ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം സുപ്രീം കോടതിയിൽ നിന്ന് ഞാനൊരു ഫാമിലി ലോയർ ആയതുകൊണ്ട് എനിക്കറിയാവുന്ന ചില സ്മോൾ നോളജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. എസ്പെഷ്യലി ഫോർ മെൻ ഇറ്റ് ഈസ്. കാരണം എൻ്റെ അടുക്ക് കൂടുതലും വരുന്നത് മെന്നാണ്, മെയിൽ ക്ലയൻ്റാണ് എൻ്റെ. അപ്പം ഫോർ ലേഡീസിൻ്റെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കുറച്ചൊക്കെ ഈസിയാണ്, ബട്ട് ജെൻസിൻ്റെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് വിഷമം. കാരണം ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഭയങ്കര പ്രോബ്ലമാണ്. കോടതി ചെന്നാൽ ജഡ്ജാണെങ്കിലും അവർക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല. എവറി നൗ ആൻഡ് ദെൻ അവരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അവരോട് പറയും, നിൻ്റെ കുട്ടി എന്താ നോക്കാത്തേ, നിൻ്റെ വൈഫ് എന്താ നോക്കാത്തേ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു കാര്യം കൂടി അതിനകത്ത് ഉണ്ട്. ചില സമയങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ മെയിൽ ക്ലയൻസ് അല്ലെ ഹസ്ബൻഡ്സ് ഇൻഡയറക്റ്റ്ലി അവർ ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് അവരുടെ സിറ്റുവേഷനിൽ ഭയങ്കര കഷ്ടം തോന്നും. എന്ന് വെച്ചാൽ അവരുടെ വൈഫ് ഒരു കാരണമില്ലാതെ, മിക്ക വൈഫുകളും അവർ ജോലി ചെയ്യുന്നതാണ്, പ്രോബബ്ലി ആ ഹസ്ബൻഡിനെക്കാട്ടിലും കൂടുതലും ഏൺ ചെയ്യുന്ന ലേഡീസാണ്. അപ്പോൾ എന്നിട്ടും അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ച് ചെറിയ ചെറിയ എന്തെങ്കിലും, എപ്പോഴും അവിടെ ഇവിടെ ഒരു വീടായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ചെറിയ ഓരോ പ്രശ്നങ്ങളും അത് വലുതായിട്ട് വെച്ചിട്ട് അവർ ഉടൻ തന്നെ അവരുടെ പാരൻസിൻ്റെ വീട്ടിലേക്ക് പോകും. കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയെയും എടുത്ത് പാരൻസിൻ്റെ അടുക്ക് പോകും. പാരൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, ചെറിയ അവർക്ക് ഇൻസ്റ്റഡ് ഓഫ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ അത് ഇത് ചെയ്ത് മ്യൂച്വലായിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ പാച്ചപ്പ് ചെയ്യുന്നതിന് പകരം ചില പാരൻസ് അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കും. വേണ്ട, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, നീ അവനെ വിട്ടേരെ, നീ അവനെക്കാട്ടിലും കൂടുതൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ്. അപ്പം കോടതി വരുമ്പോഴും അവർ ഇന്നസെൻ്റ് ആകുന്നില്ല. അവർ ആക്ച്വലി വിക്ടിം പ്ലേ കാർഡ് ചെയ്യുന്ന വൈഫ്, ബട്ട് റിയലി വിക്ടിംസ് ആരാണ്? ഹസ്ബൻഡാണ് എന്നാണ് എനിക്ക് ഒരുപാട് ടൈമിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു മെയിലിൻ്റെ സൈഡ് പറയുകയല്ല, ബട്ട് കൂടുതലും ഞാൻ കണ്ട അല്ലെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്. അപ്പം അവർക്ക് ജഡ്ജാണെങ്കിലും പറയും, നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ബട്ട് അവരെന്താണ് ആ വൈഫിനോടും കൂടി പറയണ്ടേ, നീയും കൂടി നിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഭാര്യയാണ് കൂടുതലാണ് ചെയ്യുന്നത്. ആൻഡ് തെറ്റൊന്നുമില്ല, ഹസ്ബൻഡ് ലേറ്റായിട്ട് വന്നു, അല്ലെങ്കിൽ അവന് കൂടുതൽ സമയം സെൽ ഫോണിൽ കോൺസെൻട്രേഷൻ കൊടുക്കണം, ഇതൊക്കെയാണ് കാരണങ്ങൾ. അല്ലെങ്കിൽ കൂടുതൽ അവരെ വെളിയിൽ കൊണ്ടുപോകണമെന്നില്ല, പിക്നിക് കൊണ്ടുപോകണില്ല, ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ പ്രശ്നമാണ്. അത് കുറേ കഴിഞ്ഞത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ക്ലയൻസ്, മെയിൽ ക്ലയൻസും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സുപ്രീം കോടതിൻ്റെ ഒരുപാട് പുതിയ ഓരോ ഡിക്ലറേഷൻ, കേസ് ലോസ്, ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. കാരണം നിങ്ങളുടെ വൈഫ് നിങ്ങളെക്കാട്ടി കൂടുതൽ ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, സപ്പോസ് എന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഏൺ ചെയ്യുന്നവരുടെ കാര്യമാണ്. വിതൗട്ട് എനി മച്ച് കോസ് ദ വൈഫ് ലിവിങ് ദ ഹസ്ബൻഡ്സ് കമ്പനി ആൻഡ് പോവാം അമ്മയുടെ അച്ഛൻ്റെ പാരൻസിൻ്റെ കൂടെ താമസിക്കാൻ. സോ ആ ടൈമിലും കൊടുക്കണ്ട. അവർ ഷി ഡോണ്ട് ഡിസേർവ് ഇറ്റ്. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ വെറുതെ വിതൗട്ട് എനി കോസ് ആൻഡ് റീസൺസ് അവർക്ക് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ വെറുതെ അവരുടെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസ് ഓർ ഡൗറി ക്രൂവൽറ്റി, ഡൗറി കേസസ്, ഇതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല പണ്ടത്തെ കൂട്ട്. ഓക്കെ. സോ അതിനൊക്കെ തക്കതായ ജഡ്ജ്മെൻറ്റ്സ് സുപ്രീം കോർട്ട് മെയിൽ ഹസ്ബൻഡിൻ്റെ ഫേവറായിട്ട് വരുന്നുണ്ട്. സോ അത് കാരണം നിങ്ങൾ വിഷമിക്കേണ്ട. നല്ലൊരു ലോയറിനെയൊക്കെ വെച്ചാൽ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറിക്കിട്ടും. ഇത് ഇത്രയും നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ശരി, കാണാം.